നടന്മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ പരാതികൾ പിൻവലിക്കുമെന്ന മുൻ നിലപാട് തിരുത്തി ആലുവ സ്വദേശിയായ നടി. പീഡന പരാതി പിൻവലിക്കില്ലെന്നാണ് നടിയുടെ ഇപ്പോഴത്തെ നിലപാട്. തനിക്കെതിരെയുള്ള പോക്സോ കേസിൽ അതൃപ്തി പ്രകടിപ്പിച്ച പരാതികൾ പിൻവലിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നടി വ്യക്തമാക്കിയിരുന്നു. ഈ പോക്സോ കേസ് ഇങ്ങനെ പോകുന്നത്, ഞാൻ ഈ പോക്സോ കേസിനെ കുറിച്ചുള്ള പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞ് DGPക്ക് കത്തയച്ചു, CM-ന് കത്തയച്ചു, പ്രൈം മിനിസ്റ്റർക്ക് വരെ കത്തയച്ചു. ഇതിനൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണം, ഇത് ശരിക്കും സത്യമല്ല, ദിസ് ഇസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. അപ്പോൾ ഇതുവരെയും ആ ഒരു സൈഡിൽ നിന്ന് എനിക്കൊന്നുമാണ് ഇന്ന് വരെ ആ കേസ് കള്ളക്കേസാണെന്ന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് തെളിയിച്ചിട്ടില്ല. ആർക്കൊക്കെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ പിൻവലിക്കുകയാണ്. തനിക്കെതിരെയുള്ള പോക്സോ കേസ് വ്യാജമായിട്ടും സർക്കാർ സഹായിച്ചില്ലെന്ന അതൃപ്തിയിലാണ് പീഡന പരാതികൾ പിൻവലിക്കുമെന്ന് നടി നിലപാടെടുത്തത്. എന്നാൽ 3 ദിവസത്തിന് ശേഷം വീണ്ടും ട്വിസ്റ്റ്. മുകേഷ് MLA അടക്കമുള്ളവർക്കെതിരെ പീഡന പരാതികൾ തൽക്കാലം പിൻവലിക്കുന്നില്ലെന്നാണ് നടിയുടെ നിലപാട്. നീതി ലഭിക്കുന്നതുവരെ മുന്നോട്ടു പോകുമെന്നും നടി. എനിക്ക് വന്ന ഡാമേജ്, എൻ്റെ മക്കൾക്ക് വന്ന ഡാമേജ്, എൻ്റെ ഭർത്താവിന് വന്ന ഡാമേജ്, ഇതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ലേ? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടായപ്പോൾ ഈ മീഡിയയും ഇല്ല, ആരുമില്ല, എനിക്ക് ജനങ്ങൾ പോലും ഇല്ല. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാം. നിങ്ങൾ ചോദിക്കണം, അവരോട് ചോദിക്കണം, ആ പോക്സോ കേസിൻ്റെ കാര്യം എന്തായി, എന്തുകൊണ്ട് മിനു മുനീറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല ചോദിക്കണം. ഇവരൊക്കെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഇവർ അനുഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മുൻപോട്ട് പോകരുത്, കേസുമായിട്ട് മുൻപോട്ട് തന്നെ പോകണം. ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിന് നൽകിയ പരാതിയിലാണ് നടിക്കെതിരെ പോക്സോ കേസെടുത്തത്. ചെന്നൈയിൽ വെച്ച് നടന്ന സംഭവമായതിനാൽ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറിയിരുന്നു. ഈ കേസിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും നടി വ്യക്തമാക്കി. മുകേഷിന് പുറമെ ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, ജയസൂര്യ എന്നിവർക്കെതിരെയും പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. അതേസമയം നടിയുടെ അടിക്കടിയുള്ള നിലപാട് മാറ്റം കോടതിയിൽ തിരിച്ചടിയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. 24 കൊച്ചി.